Hello beautiful people, welcome back to yet another video. കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്, അതായത് ലാസ്റ്റ് 1 week വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 പേരൊക്കെ എന്നെ പേഴ്സണലി കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ. കുറച്ച് പേഴ്സണൽ ഇഷ്യൂ ആണ്, കുറച്ച് ഞാൻ ബിസി ആയതാണ് വീഡിയോ ഇടാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെൻ ഗ്രൂമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. കുറേ ഡൗട്ടുകൾ ആൾക്കാർക്ക് ഉണ്ട്. ഓൾറെഡി എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട്, ഗ്രൂമിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇന്ന് നമുക്ക് അങ്ങോട്ട് സോൾവ് ചെയ്ത് കളയാം. മെൻ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ് ഫാഷനും സ്റ്റൈലിനും പോലെ തന്നെ ഈക്വലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് മെൻ ഗ്രൂമിങ്. ഗ്രൂമിങ് നന്നായില്ലെങ്കിൽ ഈവൻ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടോ നിങ്ങളെ ഡംപ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഒരു പേഴ്സണൽ ഹൈജീൻ എന്നുള്ള സംഭവം നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളൊരു പേഴ്സണാലിറ്റീനെ ശരിക്കും എടുത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ. അപ്പോൾ അതിന് ശരിക്കും നിങ്ങളൊരു നല്ല ഒരു പ്രാധാന്യം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരെ ഈസി ആയിട്ട് അളക്കും, ഒരു വൃത്തിയിലെത്താനൊക്കെ പറയും. അപ്പോൾ ഗ്രൂമിങ് ടിപ്സും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ്സ് പുഷ് ഓൺ. പേഴ്സണൽ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ, അതായത് നമ്മുടെ മൊത്തം ശരീരത്തിനെ ഒരു പക്കായിട്ട് ഗ്രൂം ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ആൾക്കാർ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ശരിക്കും ഉദ്ദേശിക്കുന്ന ഹെയർ കട്ടും ബിയർഡ് ഷേപ്പിങ്ങും മാത്രമാണ്. പക്ഷെ ഇതല്ല, ഒരു പേഴ്സണൽ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല. അപ്പോൾ എനിക്ക് നമ്പർ 1 ആയിട്ട് പറയാനുള്ള പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ആംസ്. ഓക്കെ, ഇവിടെയുള്ള നമ്മുടെ ആ രോമങ്ങളൊക്കെ ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് അവിടെ ഈ രോമങ്ങൾ ഉണ്ടാകുന്ന മൂലം ബാക്ടീരിയസ് അവിടെ ഫോം ചെയ്യുകയും വേർപ്പും കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. വേർപ്പ് നാറ്റം വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, എന്തൊക്കെ ഡിയോഡറൻറ്റ് സ്പ്രേ ഒക്കെ അടിച്ചാലും ശരി, ഇത് അവിടെ ഒരു വലിയ പ്രശ്നമായിട്ടിരിക്കും. നമ്പർ 1 ടിപ്പ്, അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ അണ്ടർ ആം നിങ്ങൾ ഷേവ് ചെയ്യുക. ഇതാണ് നമ്പർ 1 ടിപ്പാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഇവിടുത്തെ നമ്മുടെ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ സാധിക്കും. ഇവൻ ചില ആൾക്കാർക്ക് ഭയങ്കര ബാഡ് സ്മെല്ലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേറെ ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ആപ്പിൾ സെഡാർ വിനീഗർ എടുത്തിട്ട് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് ഒരു പരിധി വരെ ഒഴിവാകുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടറാം ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടിപ്പ് നമ്മളെല്ലാം ചെയ്യും. ഓക്കെ, ഷേവിങ് എല്ലാം ചെയ്യും. പക്ഷെ ഈ ചെവിയുടെ ഇവിടെ ഇരിക്കുന്ന ഈ രോമങ്ങളുണ്ട്, ഈ ഭാഗത്ത് ഈ ഉള്ളിലേക്കുള്ള, അത് നമ്മളൊന്നും ചെയ്യൂല. അത് ക്ലീൻ ചെയ്യണം എപ്പോഴും. അതായത് നിങ്ങളുടെ ആ ചെവിയിലുള്ള രോമങ്ങളൊക്കെ ഒരു ട്രിമ്മർ വെച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ട്രിമ്മറിന് ഇങ്ങനെ തന്നെ നമുക്ക് ഓടിച്ച് ചെയ്യാൻ സാധിക്കും. ഇവൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ബിയർഡൊക്കെ ഷേവ് ചെയ്യാനായിട്ട് ഒരു ബാർബർ ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ അവരോട് പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെവിയിലുള്ള രോമങ്ങളും കാര്യങ്ങളും ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ചെവിയുടെ ഉള്ളിൽ ഒരുപാട് അഴുക്കൾ അടിയണ ഒരു സ്ഥലമാണ്, അത് ക്ലീൻ ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതിന് ടൈം കണ്ടെത്തി അത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ടിപ്പ് നമ്പർ 2 നമ്മുടെ ഇയർ ഉള്ളിലും ഈ പുറത്തുള്ള രോമങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ടിപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോസ് ആണ്. അതായത് നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രോമങ്ങൾ പല ആൾക്കാർക്കും ഉണ്ട്. ഈ രോമങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് ചാടി കിടക്കും, നമ്മളൊന്നും തന്നെ ചെയ്യൂല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ലുക്ക് നമുക്ക് തരും ഈ സംഭവം അവിടെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു ചെറിയൊരു സിസർ എടുത്തിട്ട് ഈ സംഭവം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസിയാണ്. അതിന് വലിയ കടയിലൊന്നും പോകാനും വേണ്ട, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. നമ്മുടെ ഇവിടെയൊക്കെ വളരെ രോമങ്ങളൊക്കെ വെൽഡ് ഗ്രൂം ആണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യുക, അതൊക്കെ ക്ലീൻ ആക്കി നിർത്തുക. ഇതാണ് ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 4 നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കാം. എങ്കിലും ഈ ഗ്രൂമിങ്ങിനെ കുറിച്ച് എക്സ്ക്ലൂസീവായിട്ട് പറയുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. നമ്മുടെ നഖങ്ങൾ ഒരു കാരണവശാലും നഖം നീട്ടി അതിനുള്ള അഴുക്കിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അപ്പോൾ അത് കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൺസ് ഇൻ എ വീക്ക് എല്ലാവരും നഖം മുറിക്കണം. നഖം മുറിക്കൽ മാത്രമല്ല, അതിനുള്ള അഴുക്കൾ ക്ലീൻ ചെയ്യുക. പിന്നെ നഖം പല ആൾക്കാരും ഇങ്ങനെ കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് വളരെ ഒരു
മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. അങ്ങനെ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് നിർത്തുക. കാരണം കടിക്കുമ്പോൾ ഈ നഖത്തിൻ്റെ അതൊരു കറക്റ്റ് ഒരു ഷേപ്പിൽ വരില്ല. പക്ഷേ നമ്മളൊരു നെയിൽ കട്ടർ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നഖങ്ങളൊരു നല്ല ഷേപ്പിൽ വരും. അപ്പോൾ അത് കാണാനൊരു ഭംഗിയാണ്. കടിക്കുന്ന ആൾക്കാരെ എപ്പോഴും നമുക്ക് ആൾക്കാരെ നഖം കണ്ട ഈസി ആയിട്ട് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ തന്നെ സാധിക്കും അവർ എപ്പോഴും നഖം കടിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടെ നഖങ്ങൾ എപ്പോഴും വളരെ ക്ലീൻ ആക്കുക. ഒരു കാരണവശാലും അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടിപ്പാണ് അണ്ടർ ഐ ഇതുപോലെ തന്നെ നമ്മൾ അധികം ആണുങ്ങൾ, ഞാനടക്കമുള്ള ആരും തന്നെ ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ്. അണ്ടർ ഐ നമ്മൾ ഒരു ഏജ് ഇങ്ങനെ കയറി വരുന്നത് അനുസരിച്ച് അണ്ടർ ഐ പ്രശ്നങ്ങൾ ഉണ്ടാവും. അണ്ടർ ഐ ക്രീം, നല്ലൊരു അണ്ടർ ഐ ക്രീം നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് മേടിക്കുക. ഞാനിപ്പോൾ നല്ലൊരു അണ്ടർ ക്രീമിൻ്റെ ലിങ്ക് എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടർ ഐ ക്രീം എല്ലാവരും രാത്രി കിടക്കുന്നതിന് ജസ്റ്റ് മുമ്പ് യൂസ് ചെയ്യാം. മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഗ്രൂമിങ്ങിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ അണ്ടർ ഐ ക്രീം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, 2 സംഭവമുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളത്. സോപ്പ് ഡെഫിനറ്റ്ലി സോപ്പിനോട് നോ ആണ്. സോപ്പ് നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ പറയുള്ളൂ. നല്ല ഒരു ഫേസ് വാഷ്, അതായത് കെമിക്കൽ ലെസ് ആയിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക. അത് യൂസ് ചെയ്യുക. എൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫേസ് വാഷ് ട്വൈസ് ഇൻ എ ഡേ, അതായത് രാവിലെയും രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പുമായിട്ട് നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫേസ് ക്ലീൻ ആക്കുക. അതിനോട് ഒപ്പം തന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസറും കൂടി കിടക്കുന്നതിന് മുമ്പ് ഒരു നല്ലൊരു മോയ്സ്ചറൈസറും കൂടി നിങ്ങൾ യൂസ് ചെയ്യുക. ഫോളോ വിത്ത് അണ്ടർ ഐ ക്രീം. കിടക്കുക, രാവിലെ എണീക്കുക, ഇപ്പോൾ ഒരു ഫ്രഷ്, അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രഷ് ഫീലും ഒരു ഫ്രഷ് ലുക്കും ഇത് തരുന്നതാണ്. അപ്പോൾ ഈ പേഴ്സണൽ ഗ്രൂമിങ്ങിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നമ്മുടെ ഗുഹ്യ ഭാഗങ്ങളുണ്ട്, അതായത് അരക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾ. അവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലീനായിട്ട് ഷേവ് ചെയ്യുകയും എപ്പോഴും നല്ല രീതിയിൽ വാഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. കാരണം ഒരുപാട് ബാക്ടീരിയകളൊക്കെ ഏറ്റവും അധികം ഫോം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ എപ്പോഴും നിങ്ങൾ ഷേവ് ചെയ്ത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലവരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പേഴ്സണൽ ഗ്രൂമിങ്ങിൽ ഇതെല്ലാം പെടുന്നതാണ് നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലേ നമ്മളൊരു വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ആളെന്ന് പറയുള്ളൂ. ഈവൻ നിങ്ങളുടെ ബിയർഡൊക്കെ തന്നെ ഷേപ്പ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ശരിക്കും എടുത്ത് കളയുകയും ഒരു നല്ല രീതിയിൽ ഈ ഭാഗം, അതായത് താഴത്തെ ഭാഗം നല്ല രീതിയിൽ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരിക. എന്നാലേ ഒരു വെൽ ഗ്രൂംഡ് ആയിട്ട് നിങ്ങളെ കാണുള്ളൂ ആൾക്കാർ. ഇപ്പം അത് ഞാൻ ബിയർഡ് വെക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇനി ബിയർഡ് ഇല്ലാത്ത ആൾക്കാർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത് അവരുടെ ഇഷ്ടം, അവർ ക്ലീൻ ചെയ്ത് പോയിക്കോട്ടെ. പക്ഷെ ബിയർഡ് വെക്കുന്നവരാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഷേപ്പ് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങളുടെ ബിയർഡ് നിങ്ങൾ കൊണ്ട് നടക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ഗ്രൂമിങ്ങിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ അന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇതെല്ലാം ചെയ്താൽ മാത്രമേ പേഴ്സണൽ ഗ്രൂമിങ് ഫുൾഫിൽ ആവുള്ളൂ. ഇനി ഒരു ലാസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അതായത് എല്ലാവർക്കും ഉള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാഡ് ബ്രെത്ത്, വായനാറ്റം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ ബ്രഷ് ചെയ്യുക, അതുപോലെ മൗത്ത് വാഷ് ഡെയിലി യൂസ് ചെയ്യുക, അതുപോലെ ടങ് ക്ലീനർ നിങ്ങൾ യൂസ് ചെയ്യുക. ടങ് ക്ലീനർ പല ആൾക്കാരും യൂസ് ചെയ്യില്ല. ടങ് ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ വായുടെ അകത്തുനിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാകും. ബാഡ് ബ്രെത്ത് നമ്മുടെ പേഴ്സണാലിറ്റീനെ ശരിക്കും ഇടിച്ച് താത്തുന്ന ഒരു സംഭവമാണ്. കാരണം ബാഡ് ബ്രെത്ത് ഉള്ള ഒരാളോട് നമുക്ക് സംസാരിക്കാൻ തന്നെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റുകളിൽ ഒന്നാണ് ഈ ബാഡ് ബ്രെത്ത് എന്നുള്ളൊരു വിഷയം. അപ്പോൾ നിങ്ങൾ ബ്രഷ് ചെയ്യുന്നതോടുകൂടി തന്നെ ടങ് ക്ലീനർ ഡെഫിനറ്റ്ലി ഷുവറായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ടിപ്പുകളൊക്കെ എല്ലാം തന്നെ ഫോളോ ചെയ്യാൻ നമ്മളൊരു വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ഒരാളായി മാറും. കാരണം ഒരു പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ മെൻസ് ഫാഷനും സ്റ്റൈലുമായിട്ടുള്ള പുതിയ വീഡിയോകളുമായി വീണ്ടും ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽഡ്.